नमस्ते। आज की कक्षा में सबको हार्दिक स्वागत। पिछली कक्षा में मनीषा कुलश्रेष्ठ ने लिखी हुई बिगड़ेल बच्चे नामक कहानी का कुछ भाग भी पढ़ा। उसमें यहाँ लेखिका बेटी के घर में बेटी को लाने के लिए जा रही थी। उस समय अलवर स्टेशन में आते समय बच्चों को मिठाई खरीदने के लिए वह ट्रेन से उतरी। ट्रेन रुक गई थी। उस समय डिब्बा बहुत पीछे थे। यहाँ मिल्क की दुकान दूर थी। इसके अलावा स्टेशन पर बड़ी भीड़ थी और उस सारी भीड़ पिंक सिटी में ही समाएगी, उसी तरह होने लगी। यहाँ उस प्रौढ़ स्त्री दो डिब्बे मिठाई और पर्स संभालती हुई ट्रेन की ओर लौट रही थी। उस समय ट्रेन की सीटी दे दी। उस समय भीड़ को चीरती हुई वे आगे बढ़ रही थी और दरवाजे के पास बड़ी भीड़ थी और उसके पीछे भी बड़ी भीड़ थी। वह किसी तरह दरवाजे का हैंडल पकड़ा और पैर बढ़ाया था, लेकिन ट्रेन थोड़ा तेज रेंगने लगी थी। उस समय वह स्त्री बुरी तरह प्लेटफॉर्म पर गिर पड़ी और पैर ज़्यादा बढ़ गया होता तो दरवाजे पर पटरियों के बीच घिसट रही होती। प्लेटफॉर्म पर गिरते समय छोटे लड़के की चीख सुनाई दी थी। उस समय उसे समझ गया वह आंधी आंधी कहकर बुलाया था। होश में आने की जल्दी में वह अस्पष्ट गूंगों में बदलती जा रही थी और आखिर प्रहारम से वह झिल्ली पड़ी थी। रेलवे के रिटायरिंग रूम में वह स्त्री चारों तरफ देख रही थी। उस समय छोटा लड़का ने कहा, आंटी आर यू ओके? और डॉक्टर ने वहाँ उसके सामने आकर पूछा, चिंता की कोई बात नहीं है, ये यंगस्टर्स नहीं होते तो। ഇവിടെ ട്രെയിനിൽ കയറുന്ന സമയത്ത് ഹാൻഡിൽ പിടിച്ചു. പക്ഷേ ട്രെയിൻ പെട്ടെന്ന് നീങ്ങിയപ്പോൾ നമ്മുടെ ഈ ലെഗിയോടെ വീഴുകയാണ് ഉണ്ടായത്. കുറച്ച് പരുക്കും പറ്റും ചെയ്തിരുന്നു. പക്ഷേ ഈ സമയത്ത് ഇവിടെ ഡോക്ടർ പറയുന്നൊരു കാര്യമുണ്ട്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഈ യങ്സ്റ്റേഴ്സ് ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തും സംഭവിക്കാമായിരുന്നു. അപ്പോൾ ആ 3 യുവാലോക്, അതായത് ആ പെൺകുട്ടിയും 2 ആൺകുട്ടികളും ശരിക്കും ഇവിടെ നമ്മുടെ ഈ ലേഖയുടെ രക്ഷകനായിട്ട് മാറിയത് അല്ലെങ്കിൽ രക്ഷകരായിട്ട് മാറിയത് അവരാണെന്ന് പറയുന്നത്. നെക്സ്റ്റ് ഉസ് സമയം ബഡാ ലടുക്ക, അതായത് ആ സമയം ഓരോരുത്തരും, അതായത് ആ പെൺകുട്ടി അതുപോലെ തന്നെ ഈ ചെറിയ ആൺകുട്ടി നമ്മുടെ പരിക്ക് പറ്റിയിരിക്കുന്ന നമ്മുടെ ലേഖയുടെ കൂടെ തന്നെയുണ്ട്. ആ വലിയ ആൺകുട്ടി, ആ യുവാവായിട്ടുള്ള ആൺകുട്ടി അവിടെ മരുന്നും അതുപോലെ ബാൻഡേജൊക്കെ ഇട്ട് അവിടേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഡോണ്ട് ഗെറ്റ് അപ്പ്, യു ആർ സ്റ്റിൽ ബ്ലീഡിങ്.
बड़े लड़के ने मेरी चोट पर स्कार्फ दबाते हुए कहा, डॉक्टर फर्स्ट गिव हर ടെറ്റനസ് ഇഞ്ചക്ഷൻ. ഇപ്പോൾ അവിടെ വരുന്ന സമയത്ത് ബാൻഡേജും അതുപോലെ തന്നെ മരുന്നുകളൊക്കെ ആയിട്ട് ഓടി വരുന്ന സമയത്ത് നമ്മുടെ ലേഖിക അവിടെ നിന്ന് എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുന്ന കണ്ടപ്പോൾ പറയണേ, ഡോണ്ട് ഗെറ്റ് അപ്പ്, യു ആർ സ്റ്റിൽ ബ്ലീഡിങ്. എഴുന്നേൽക്കണ്ട, ഇപ്പോഴും ബ്ലഡ് വരുന്നുണ്ട്. ബെഡേ ലड़के മേരി ചോട്ട് पर സ്കാർഫ് ദബാത്തെ ഹുയെ കഹാ. അപ്പം മുറിവിൻ്റെ മുളിച്ചോട്ട് എന്ന് പറഞ്ഞാൽ വൂണ്ട്, മുറിവിൻ്റെ മുകളിൽ സ്കാർഫ് അമർത്തിക്കൊണ്ട് അവൻ പറയണേ ഇപ്പോഴും ബ്ലഡ് വരുന്നുണ്ടെന്ന് പറയണം. ഡോക്ടർ ഫസ്റ്റ് ഗീവ് ഹർ ടെറ്റനസ് ഇഞ്ചക്ഷൻ. അപ്പോൾ പോയ്സൺ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ടെറ്റനസ് ഇഞ്ചക്ഷൻ കൊടുക്കാനായിട്ടാണ് അവൻ ഡോക്ടറോട് ആവശ്യപ്പെടുന്നത്. യങ് മാൻ, ഡോണ്ട് ടീച്ച് മീ മൈ ഡ്യൂട്ടീസ്. डॉक्टर ने हंसकर कहा और इंजेक्शन तैयार करने लगा. അപ്പോൾ ഇവിടെ പറയണേ, നമ്മുടെ ഡോക്ടർ ഇത് കേട്ടപ്പോൾ ചിരിച്ചുകൊണ്ട് പറയണേ, എന്താണ് പറയുന്നത്, യങ് മാൻ ഡോണ്ട് ടീച്ച് മീ മൈ ഡ്യൂട്ടീസ്. എന്നെ എൻ്റെ ഡ്യൂട്ടി നിങ്ങൾ പഠിപ്പിക്കേണ്ടെന്ന് പറയണേ. ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറയണേ, അവർ ഇഞ്ചക്ഷൻ തയ്യാറാക്കാനില്ല, അങ്ങനെ ടെറ്റനസ് ഇഞ്ചക്ഷൻ കൊടുക്കാനായിട്ട് അവിടെ തയ്യാറാക്കാണ്. मैंने देखा डॉक्टर छोटे कद का काला सा अनगढ़ नकूस वाला व्यक्ति था. ഇപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ ഡോക്ടറിനെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രൂപമാണ് പറയുന്നത്. ഡോക്ടർ ചോട്ടെ കദ്ക, അതായത് അധികം ഉയരമില്ല, ഉയരം കുറഞ്ഞതാണ്. കാലാസ, കറുപ്പ് നിറാണ്. അൻഗഡ് നക്കൂസ് വാല വ്യക്തിത്വ. അൻഗഡ് നക്കൂസ് വാല എന്ന് പറഞ്ഞാൽ കാണാൻ അത്ര ഭംഗിയില്ലാത്ത, അല്ലെങ്കിൽ അത്രയും പ്രൗഢി ഇല്ലാത്ത എന്ന് വേണമെങ്കിൽ പറയാം, ആഢ്യത്യമില്ലാത്ത. അപ്പോൾ അൻഗഡ് നക്കൂസ് വാല വ്യക്തിത്വ. അപ്പോൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഉയരം കുറഞ്ഞിട്ടാണ്, കറുപ്പ് നിറാണ്, കാണാൻ അത്രയ്ക്ക് പ്രൗഢിയൊന്നും ഇല്ലാത്ത ഒരാളാണെന്ന് പറയുന്നത്. ഷായത് മുസൽമാൻ. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നാൻ ഒരു പക്ഷേ അയാൾ മുസൽമാനായിരിക്കാമെന്ന് പറയണത്. ഇസ്ലിയെ ബാർ ബാർ ഗുതാഖേലി, അതുകൊണ്ടാണ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ദൈവത്തിന് അല്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടി അല്ലെങ്കിൽ ഈശ്വരന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഖുദാ ശുക്ര കിയേ ജാ രഹാ താ. ഇപ്പോൾ ഈശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആംബുലൻസ് മേ മേനെ ഹിമ്മത്ത് കർക്കെ ലഡ്ക്കി സെ പൂച്ച് ഹി ലിയ. അങ്ങനെ ആംബുലൻസ് വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആംബുലൻസ് വന്ന് ഞാൻ വളരെ ധൈര്യത്തോടു കൂടിയിട്ട്, ഹിമ്മത്ത് കർക്കെ, വളരെ ധൈര്യത്തോടു കൂടി ലഡ്ക്കി സെ പൂച്ച് ഹി ലിയ, ഈ പെൺകുട്ടിയോട് ഞാൻ ചോദിക്കുക തന്നെ ചെയ്തു. ഇപ്പോൾ ഉണ്ടായ സംഭവം എന്താണെന്ന് ആ പെൺകുട്ടിയോട് അവിടെ ചോദിച്ചറിയണം നമ്മുടെ ഈ ലേഖിക. പറയണേ, ഓ ഗോഡ് ആൻറ്റി, ദാറ്റ് സീൻ വാസ് ഹൊറിബിൾ. एक घंटा भी नहीं हुआ है अभी तो. आप तो बहुत बुरा गिरा था प्लेटफॉर्म पर. അപ്പോൾ പെൺകുട്ടിയോട് ചോദിച്ചപ്പോൾ പെൺകുട്ടി പറയാണ്, എന്താണ് പറയുന്നത്, ഓ ഗോഡ് ആൻറ്റി, ദാറ്റ് സീൻ വാസ് ഹൊറിബിൾ. എൻ്റെ ദൈവമേ, ആ സീൻ എന്ന് പറയുന്നത് വളരെ ഹൊറിബിളായിരുന്നു, വളരെ ഭയാനകമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. ഏക് ഘണ്ടാ ബി നഹി ഹുവാ ഹെ അബി തക്. ഇപ്പോൾ ഒരു മണിക്കൂർ പോലും ആയിട്ടില്ല. ആപ് തോ ബഹുത് ബുരാ ഗിരാ താ പ്ലാറ്റ്ഫോം പർ. അപ്പോൾ നിങ്ങൾ വളരെ എന്താ പറയുക, വളരെ ഭയാനകമായ രീതിയിൽ അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ പ്ലാറ്റ്ഫോമിൽ വീണു എന്ന് പറയുന്നത്. അതായത് ഒരുപാട് അപകടം നിറഞ്ഞ അല്ലെങ്കിൽ എന്താ പറയുക, അത്രയ്ക്കധികം പരിക്കവിടെ പറ്റി എന്നാണ് പറയുന്നത്. ഹാത്ത് ചൂട്ട് ഗയാ ഹാൻഡിൽ സേ വർണ്ണ ട്രെയിൻ കെ സാത്ത് ലഡക്താ ജാത്ത. ഹാത്ത് ചൂട്ട് ഗയാ ഹാൻഡിൽ സേ, ഹാൻഡിലിൽ നിന്ന് കൈ വിട്ടുപോയി. ഹാത്ത് ചൂട്ട് ഗയാ, ഹാൻഡിൽ സേ ഹാത്ത് ചൂട്ട് ഗയാ, അതായത് ആ പിടുത്തം, ആ ഹാൻഡിലുമേ പിടിച്ചത് കൈ അതിൽ നിന്ന് വിട്ടുപോയി. വർണ്ണ ട്രെയിൻ കേസ് അത് ലഡക്താ ജാത്ത. വിട്ടുപോയില്ലെങ്കിൽ എന്താ ഉണ്ടാവുക, ട്രെയിൻ കേസ് ആ ലഡക്താ ജാത്ത, ആ ട്രെയിനിൻ്റെ കൂടെ ഉരുണ്ടു പോകുമായിരുന്നു. അപ്പോൾ ഹാൻഡിലിൻ്റെ പിടി വിട്ടതുകൊണ്ട് പ്ലാറ്റ്ഫോമിൽ വീണത്, ഇത്രയും പരിക്കേ പറ്റിയുള്ളൂ. അതല്ലായിരുന്നെങ്കിൽ ട്രെയിനിൻ്റെ കൂടെ ഉരുണ്ടു പോകുമായിരുന്നു എന്ന് പറയുന്നത്. ഓ ജോ മേരാ ഫിയാൻസി ഹെ നാ റോജർ, ഉസ്നെ ചെൻ പുൽ किया. फिर हम तीनों सब बैग लेकर उतरा. आपके पास पहुंच ही नहीं सकने का था. सब आदमी लोगों ने कवर कर रखा था. तब मेरा भाई चिल्लाकर सबको दूर भगाया और आपको रिटायरिंग रूम में लाया. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചറിയണം നമ്മുടെ ലേഖിക. അപ്പോൾ ലേഖിക ചോദിച്ചറിയുമ്പോൾ പറയുന്ന കാര്യങ്ങളാണ്. അതായത് ആ സീൻ എന്ന് പറയുന്നത് വളരെ ഹൊറിബിളായിരുന്നു. ഇപ്പോൾ നടന്നിട്ട് ഒരു മണിക്കൂർ പോലും ആയിട്ടില്ല. അതായത് പ്ലാറ്റ്ഫോമിൽ അവിടെ വീണു പോവുകയാണ് ചെയ്യുന്നത്.
അത് ഹാൻഡിൽ പിടിച്ചിരുന്നു, ട്രെയിനിൽ കയറാനായിട്ട് ഹാൻഡിൽ പിടിച്ചു, പക്ഷേ ഹാൻഡിൽ നിന്ന് കൈ വിട്ടു പോവാണ് ചെയ്തത്, അങ്ങനെ വീഴണം. അപ്പോൾ ഇവിടെ പറയണത് ഓ ജോ മേരെ ഫിയാൻസി ഹേനാ. ഫിയാൻസി എന്ന് പറഞ്ഞാൽ ഇവിടെ ലവർ, അതായത് കല്യാണം കഴിക്കാൻ പോകുന്ന ആളെന്നെയാണ് പറയുന്നത് ഫിയാൻസി എന്ന് പറയുന്നത്. ജോ മേരെ ഫിയാൻസി ഹേനാ, എൻ്റെ ആ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുണ്ടല്ലോ, അവൻ്റെ പേര് പറയുന്നുണ്ട് റോജർ. ഈ പെൺകുട്ടിയുടെ പേര് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ലീജ എന്ന് പറയുന്നതാണ്. ഈ പെൺകുട്ടിയുടെ പേര് ലീജ എന്നാണ്. ആ പെൺകുട്ടിയുടെ കൂടെയുള്ള ആ വലിയ ആൺകുട്ടി, അവൻ്റെ പേര് റോജർ എന്നാണ്. ഉസ്നെ ചെയിൻ പുൾ കിയ. അപ്പോൾ ചെയിൻ, ട്രെയിനിൻ്റെ ചെയിൻ, ചങ്ങല വലിച്ചു എന്നാണ് പറയുന്നത്. ട്രെയിൻ നിർത്താനായിട്ട് അവിടെ ട്രെയിനിൻ്റെ ചങ്ങല വലിച്ചത് റോജറാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഉസ് ബഡ ലഡ്ക കാ നാം ഹേ റോജർ, ലഡ്കി കാ നാം ഹേ ലീജ. ഫിർ ഹം തീനോ സബ് ബാഗ് ലേക്കർ ഉതര. എന്നിട്ട് ഞങ്ങൾ 3 പേരും ബാഗുമായിട്ട് ട്രെയിനിൽ നിന്ന് ഇറങ്ങി. ആപ്കെ പാസ് പഹുഞ്ച് ഹി നഹീം സക്നെ കഥ. നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ പോലും സാധിച്ചിരുന്നില്ല. നഹീം എന്ന് പറയുന്നത് നഹീം എന്നുള്ള അർത്ഥം. നഹീം സക്നെ കഥ, അതായത് നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ തന്നെ കഴിയുമായിരുന്നില്ല, അത്രയ്ക്കും തിരക്കുണ്ടായിരുന്നു. വീണ് കഴിഞ്ഞപ്പോൾ എല്ലാവരും ചുറ്റും കൂടും ചെയ്തു എന്ന് പറയുന്നത്. സബ് ആദമി ലോകംനെ കവർ കർ രഖാത്ത. അപ്പോൾ എല്ലാ ആളുകളും നിങ്ങളുടെ ചുറ്റും കൂടിയിട്ടുണ്ടായിരുന്നു. കവർ കർ രഖാത്ത, അത് കവർ കറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റും കൂടുക, കവർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ പോലും പറ്റുമായിരുന്നില്ല, ആളുകളെല്ലാം കൂടി ചുറ്റും കൂടി നിൽക്കുകയായിരുന്നു. തബ് മേരാ ഭായി ചില്ലാക്കർ സബ്കോ ദൂർ ബഗായ. ആ സമയത്ത് എൻ്റെ സഹോദരൻ, ആ ചെറിയ ആൺകുട്ടി ചുട്ക, അവൻ ചില്ലാക്കർ സബ്കോ ബഗായ, ബഹളം വെച്ച് എല്ലാവരും അവിടെ നിന്ന് ഓടിപ്പിച്ചു എന്ന് പറയുന്നത്. അവർ ആപ്കോ റിട്ടയറിംഗ് റൂമിലായ, എന്നിട്ട് നിങ്ങളതിനെ റിട്ടയറിംഗ് റൂമിലേക്ക്, വെയിറ്റിംഗ് റൂമിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുന്നത്. റോജർ സ്റ്റേഷൻ മാസ്റ്റർ കെ റൂമേ റഷ് കർക്കെ ഭാഗ. റോജർ സ്റ്റേഷൻ മാസ്റ്ററുടെ റൂമിലേക്ക് ധൃതി പിടിച്ച് ഓടിപ്പോയി. റഷ് കർക്കെ, ഇംഗ്ലീഷ് വേർഡാണ്, റഷ് കർക്കെ ഭാഗ. തബ് ഡോക്ടറായ അവർ, അപ്പോഴാണ് ഡോക്ടർ വന്നത്. അപ്പോൾ ഉണ്ടായ കഥ പറയുന്നുണ്ട്. അത് ലഡ്കീനെ കഹ യെ മേര ഫിയാൻസി റോജർ उसने चेन ट्रेन का चेन पुल किया और सब लोग, ये 3 युवा लोग ट्रेन से उतरा, लेकिन आपके पास पहुंच नहीं सकता था. सब लोग हमने आपके सामने कवर कर रखा था. उस समय मेरा छोटा भाई या छुटका चिल्लाकर सब लोगों को दूर भगाया और आपको रिटायरिंग रूम में लाया. रोजर स्टेशन मास्टर को बुलाने के लिए रूम में, स्टेशन मास्टर के रूम में रश करके भागा. समय डॉक्टर आया. ആ സമയത്താണ് ഡോക്ടർ അവിടെ വന്നത്. तुम तीनों ने मेरे लिए ट्रेन छोड़ दी. समय से पूछा. तुम तीनों ने, നിങ്ങൾ 3 പേരും മേരെ ലിയെ ട്രെയിൻ ചോട് ദി, എനിക്ക് വേണ്ടിയിട്ട് ട്രെയിൻ വേണ്ടാന്ന് വെച്ചോ. അപ്പോൾ 3 പേരും ട്രെയിനിൽ നിന്ന് ഇറങ്ങിയെന്നാണ് പറയുന്നത് ഇവരെ നോക്കാനായിട്ട്. ഹാ വഹി തോ ജരൂരി താനാ. അതെ, അത് ആവശ്യമായിരുന്നില്ലേ. ആപ്കോ ഉൻ സ്റ്റുപ്പിഡ് ലോകം കെ ബീച്ച് ചോടന നഹീം താനാ. നിങ്ങളതിനെ ആ സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ ഉപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല. തമാശ കർക്കെ രക്കാത്താന്ന് ആപ്ക. എല്ലാവരും തമാശ കാണുന്നത് പോലെ ചുറ്റും കൂടി നിൽക്കുകയായിരുന്നു. കോയി ഉടാനഹീ രഹാത്ത, ആരും നിങ്ങളതിനെ എഴുന്നേൽപ്പിക്കാനായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീണ് അവിടെ കിടക്കുകയാണ്, ആരും തന്നെ സഹായിക്കാൻ ചെല്ലുന്നില്ല, ചുറ്റും ആളുകൾ കൂടിയിട്ടുണ്ട്. ആ സമയത്ത് ഇവർ പറയണ ആ സ്റ്റുപ്പിഡായിട്ടുള്ള ആളുകളുടെ ഇടയിൽ നിങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റുമായിരുന്നില്ല. അവരെല്ലാവരും കൂടി തമാശ കാണുന്ന പോലെ നോക്കി നിൽക്കുകയായിരുന്നു, ആരും തന്നെ ഉടാ നഹീ രഹാത്ത, എഴുന്നേൽപ്പിച്ചിരുന്നില്ല. വോ ഡോക്ടർ ജോ ട്രെയിൻ മേ താ. അപ്പോൾ നമ്മുടെ ഈ ലഗേജ് ചോദിക്കുന്നുണ്ട്, വോ ഡോക്ടർ ജോ ട്രെയിൻ മേ താ. ആ ട്രെയിനിൽ ഇവരുടെ കൂടെ സീറ്റിലുണ്ടായിരുന്ന ആ ഡോക്ടർ എവിടെ ചോദിക്കുകയാണ്. ഓ ബ്ലഡി സെൽഫിഷ് ഫെല്ലോ, യെ ചുട്കാ താ. His wife scolded him not to come with us and he stand back. അപ്പം എന്താ പറയുന്നത്, ഇപ്പോൾ ആ സമയത്ത് ചുടുക്ക പറയാൻ ഡോക്ടറെ കുറിച്ച് ട്രെയിനിലൊരു ഡോക്ടർ ഉണ്ടായിരുന്നില്ല ചോദിക്കാൻ പറയണേ. ഓ ബ്ലഡി സെൽഫിഷ് ഫെല്ലോ, അത് വളരെ സെൽഫിഷ് ആയിട്ടുള്ള ആളുകളാണ്. ഹിസ് വൈഫ് സ്കോൾഡ് ഹിം, അതായത് അയാളുടെ ഡോക്ടറുടെ ഭാര്യ ഒരു അധ്യാപികയാണ്. അവരെ സ്കോൾഡ് ഹിം നോട്ട് ടു കം വിത്ത് അസ്, ഞങ്ങളുടെ കൂടെ വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടറിനെ വഴക്ക് പറഞ്ഞു.
വിത്ത് അസ് ആൻഡ് ഹി സ്റ്റാൻഡ് ബാക്ക്. അങ്ങനെ അവർ അവിടെ തന്നെ നിന്നു, ഞങ്ങളുടെ കൂടെ വന്നില്ല. വി ലിറ്ററലി പ്രൗഡ് ടു ഹിം. ഞങ്ങൾക്ക് ആദ്യം, അതായത് ഒരു ഡോക്ടറാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനം ഉണ്ടായിരുന്നു, അദ്ദേഹത്തെക്കുറിച്ച് പ്രൈഡ്, അഭിമാനം, വളരെയധികം അഭിമാനം ഉണ്ടായിരുന്നു. ബട്ട് ഹീ ടോൾഡ് ഐ കാൻറ്റ് ഗെറ്റ് ഡൗൺ, ഐ ഹാവ് ടു റീച്ച് ടുഡേ. പക്ഷേ ഡോക്ടർ പറയാണ്, അതായത് ഡോക്ടറാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു അഭിമാനം ഉണ്ടായിരുന്നു. പക്ഷേ ബട്ട് ഹീ ടോൾഡ് ഐ കോണ്ട്, പക്ഷേ അയാൾ പറഞ്ഞു ഐ ഡോണ്ട് കം, ഞാൻ വരില്ല എന്ന് പറഞ്ഞു. ഗെറ്റ് ഡൗൺ, ഇറങ്ങി വരില്ല എന്ന് പറഞ്ഞു. ഐ ഹാവ് ടു റീച്ച് ടുഡേ, ഞങ്ങൾക്ക് ഇന്ന് തന്നെ എത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അപകടം പറ്റിയ സമയത്ത് ഡോക്ടർ കൂടെ വന്ന് സഹായിക്കാനായിട്ട് തയ്യാറാവുന്നില്ല. കാരണം ഡോക്ടറുടെ വൈഫ് അദ്ദേഹത്തെ വഴക്ക് പറഞ്ഞു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവരവിടെ തന്നെ നിന്നു, വന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഡോക്ടറാണ്, അധ്യാപികയാണെന്നുള്ളതിൽ വളരെ അഭിമാനം തോന്നിയിരുന്നതാണ്. പക്ഷേ അവർ പറയാണ് ബട്ട് ഹീ ടോൾഡ് ഐ കാൺ ഗെറ്റ് ഡൗൺ, ഇറങ്ങി വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം ഐ ഹാവ് ടു റീച്ച് ടുഡേ, അവർക്ക് ഇന്ന് തന്നെ എത്തേണ്ടതായിട്ട് ഉണ്ട്. ലീവ് നാ കീത്ത് होते हैं आंटी सेल्फिश लोग भी. ലീവ് നാ കീത്ത്, കീത്ത് എന്ന് പറഞ്ഞാൽ ലിറ്റിൽ, ചോട്ടാലെടുക്കാന്നുള്ള അർത്ഥം. അപ്പോൾ അത് വിട്ടോളാൻ പറയണേ. ഹോത്തേ ഹേ ആൻറ്റി സെൽഫിഷ് ലോഗ് ബി. അപ്പോൾ ഈ ചെറിയ കുട്ടിയാണ് ഇതൊക്കെ പറഞ്ഞത്. നേരത്തെ പറഞ്ഞ സെൽഫിഷ് ഫെല്ലോ എന്ന് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്നുള്ളത് പറയണേ. ലീവ് നാ കീത്ത് ഹോത്തേ ഹേ ആൻറ്റി സെൽഫിഷ് ലോഗ് ബി. അവരൊക്കെ സെൽഫിഷ് ആയിട്ടുള്ള ആളുകളാണെന്ന് പറയുന്നത്. ഹംകോ ഹമാര മമ്മി ബോല ഇൻസാൻ കാ സേവാ ഹി ഈശു കി സേവാ ഹേ. അപ്പോൾ ഇവിടെ പറയുന്നൊരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഇതാണ്. ഹംകോ ഹമാര മമ്മി ബോല, ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ മമ്മി പറഞ്ഞിട്ടുണ്ട്, ഇൻസാൻ കാ സേവാ ഹി യേശു കാ സേവാ ഹേ. അതായത് മനുഷ്യനെ സേവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് യേശുവിനെ സേവിക്കുന്നതിന് സമാനമാണ്. പോയിൻ്റ് ഇതാണ്. ഹമാര മമ്മി ബോല, ഈ ചെറിയ ആൺകുട്ടിയും പെൺകുട്ടിയും അവരുടെ മമ്മി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇൻസാൻ കാ സേവാ ഹി, അതായത് മനുഷ്യനെ സേവിക്കുക തന്നെയാണ് യേശുവിനെ സേവിക്കൽ. അപ്പോൾ യേശുവിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതിന് സമാനമാണ് മനുഷ്യനെ വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. ആ ബത്താവോന്നോ ആപ്കി ജഗ ഹം ഹോത്തേ തോ. നിങ്ങൾ ആപ്കി ജഗ, ഇപ്പം നിങ്ങൾ ഈ വീണ് കിടക്കുന്ന സ്ഥാനത്ത് ഹം ഹോത്തേ തോ, ഞങ്ങളാണെങ്കിൽ, ആപ് നഹി രുക്തേ ക്യാ ഹമാരേ ലിയേ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങില്ലേ, നിൽക്കില്ലേ ചോദിക്കുകയാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവർ ചെയ്തത്. അതായത് അതിന് കാരണം ഇതാണ്, മമ്മി പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇൻസാൻ കി സേവാ ഹി യീശു കാ സേവ, അതാണ് അതിൻ്റെ പോയിൻ്റ്. മേ സോച്ച് മേ പഠ് ഗയി തി മേ ക്യാ കർത്തി. അപ്പോൾ ഈ കുട്ടികൾ ചോദിച്ചു, ആപ്കി ജഗ ഹം ഹോത്തേ തോ ആപ് നഹി രുക്തേ ഹമാരേ ലിയേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളിലേക്ക് ചിന്തിക്കുകയാണ്, മേ സോച്ച് മേ പഠ് ഗയി തി. ആ സമയത്ത് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയിരുന്നു, മേ ക്യാ കർത്തി, ഞാനെന്ത് ചെയ്യുമായിരുന്നു. മേ ഉതർത്തി കിസി ഘായൽ കെ ലിയേ, ഏതെങ്കിലും പരിക്ക് പറ്റിയവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങുമായിരുന്നോ. കിസി ഘായൽ കെ ലിയേ, ഘായൽ എന്ന് പറഞ്ഞാൽ പരിക്ക് പറ്റുക, മുറിവ് പറ്റുക എന്നുള്ളത്. ഇസ് ഉമർ സൂജെ ഹുയെ ഫൈറോം കെ സാത്ത് മേ കിസി ഘായൽ കെ ലിയേ മേ ക്യാ കർ സക്തി തി. ഇസ് ഉമർ എന്ന് പറഞ്ഞാൽ ഉമ്ര, ഏജ്, ഈ പ്രായത്തിൽ, സൂജെ ഹുയെ ഫൈറോം കെ സാത്ത്, സൂജെ ഹുയ എന്ന് പറഞ്ഞാൽ നീര് വന്നിരിക്കുന്ന കാല്, സൂജെ ഹുയ എന്ന് പറഞ്ഞാൽ നീര് വന്ന് ഉള്ള കാല്, പൈറം കെ സാത്ത്, ആ നീര് വന്നുള്ള കാലോടുകൂടി മേ കിസി ഘായൽ കെ ലിയേ, എന്തെങ്കിലും പരിക്ക് പറ്റിയവർക്ക്, മുറിവ് പറ്റിയവർക്ക് വേണ്ടിയിട്ട് മേ ക്യാ കർ സക്തി തി, എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമായിരുന്നു. യേ തോ ജവാൻ ഹേ, ഇവർ ചെറുപ്പക്കാരാണ്. പ്രൗഢാവസ്ഥ കാ ബഹാന ഗഡാ ഹോ ജാത്ത. പ്രൗഢാവസ്ഥ എന്ന് പറഞ്ഞാൽ പ്രായം ചെന്ന, ഓൾഡ് ഏജ്, അതായത് മുതിർന്ന സ്ത്രീ അല്ലെങ്കിൽ പ്രായം ചെന്ന ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബഹാന, അതിൻ്റെ ഒരു എക്സ്ക്യൂസ് ഗഡാ ഹോ ജാത്ത അവിടെ പറയുമായിരുന്നു. അപ്പോൾ പറയണ ഇവിടെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ആപ്കി ജഗ് ഹം ഹോത്തേ തോ ആപ് നഹി രുക്തേ ക്യാ ഹമാരേ ലിയേ. അല്ല ചിന്തിക്കുകയാണ്, മേ സോച്ച് മേ പഠ് ഗയി, ഞാൻ ചിന്തിക്കുകയാണ്, മേ ക്യാ കർത്തി, മേ ഉതർത്തി കിസി ഘായൽ കെ ലിയേ, ഏതെങ്കിലും മുറിവേറ്റ് ഞാൻ ഇറങ്ങുമായിരുന്നോ. അതെങ്ങനെ. ഇസ് ഉമ്ര മേം, ഇസ് ഏജ് മേം, സൂജെ ഹുയെ പൈറോം കെ സാത്ത് മേ, അത് നീര് വന്ന്
വീർത്ത് കെട്ടിയിരിക്കുന്ന കാലോട് കൂടിയിട്ട് മേ കിസി ഘായൽ കേലിയേ മുझे क्या कर सकती थी, ഏതെങ്കിലും പരിക്കേറ്റിരിക്കേണ്ടി ഈ കാലും വെച്ച് ഈ പ്രായത്തിൽ ഞാൻ എന്ത് ചെയ്യാൻ എനിക്ക് സാധിക്കും. ഏ തോ ജവാൻ ഹേ, ഏ തോ യങ്സ്റ്റേഴ്സ്, ഒരു യങ്ങാണ്. പ്രൗഢാവസ്ഥക്ക ബഹാന കട ഹോ ജാത്ത, പ്രായം ചെന്നാന്നുള്ളൊരു എക്സ്ക്യൂസാണ് അവിടെ പറയാനായിട്ട് ഉണ്ടായിരുന്നത്. പ്രശ്ന വഹി ഥാ बचपन में पढ़ी कहानी मनुष्य बेड़ और बेड़िया मेम से मैं क्या बनती. പ്രശ്ന വഹി തീ, ചോദ്യം ഇതായിരുന്നു. ബച്പൻ മേ പഠി കഹാനി, അതായത് കുട്ടിക്കാലത്ത് പഠിച്ചൊരു കഥയാണ്. മനുഷ്യ ബേഡ് ഔർ ബേഡിയ മേം സേ മേ ക്യാ ബൻതി. ഒരാൾ മനുഷ്യനാണ്, ഒരാൾ ചെമ്മരിയാടാണ്, ഒരാൾ ചെന്നായാണ്. അപ്പോൾ മനുഷ്യ ബേഡ് ഓർ ബേഡിയ, ബേഡിയ എന്ന് പറഞ്ഞാൽ വോൾഫ്, ചെന്നായി. ബേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീപ്പ്. മേംസേ മേ ക്യാ ബൻതി, ഇതിൽ ഞാനിപ്പോൾ എന്തായി തീരും. ബേഡിയ തോ നഹി, इंसान बनने की हिम्मत जुड़ा पाती या कि शायद उस डॉक्टर की तरह जल्दी गंतव्य पर पहुंचने की चाह में आंखें मूंद बेड बनकर आगे बढ़ जाती. പറയണേ ഇതിലെന്താണ് ചെയ്യുന്നത്? ബേഡിയ തോ നഹി, ചെന്നായല്ല. ഇൻസാൻ ബന്നയ്ക്ക് ഹിമ്മത്ത് ചുടാ പാത്തി, ഒരു മനുഷ്യനാണെന്നുള്ള ധൈര്യം ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. ഷായദ് ഉസ് ഡോക്ടർ കി തര, പക്ഷേ ആ ഡോക്ടറെ പോലെ ജൽദി ഗന്തവ്യ പർ പഹുഞ്ചിലേക്ക് ചാഹുമേ, പെട്ടെന്ന് ലക്ഷ്യത്തിലേക്ക് എത്തണമെന്നുള്ള ആഗ്രഹത്തിൽ ആകെ മൂന്ത്, കണ്ണടച്ചുകൊണ്ട് ബേഡ് ബൻകർ ആകെ ബഡ്ജാത്തി, ഒരു ബേഡായിട്ട്, ഒരു ചെമ്മരിയാടായിട്ട് ആകെ ബഡ്ജാത്തി, മുന്നോട്ട് പോകുമായിരുന്നു. അപ്പോൾ ഇവിടെ മനുഷ്യനാവണം എന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ ചെന്നായല്ല. പക്ഷേ ഇവിടെ പറയണ ലക്ഷ്യം ഡോക്ടറെ പോലെ ലക്ഷ്യത്തിലേക്ക് എത്തണമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ, ആ ഒരു ആഗ്രഹത്തിൽ കണ്ണടച്ച് മുന്നോട്ട് പോകുമായിരുന്നു. ലड़की बिल्कुल मेरे करीब थी, उसका खून से सना शर्ट और उसके हाथों में था. ഈ പെൺകുട്ടി എൻ്റെ ഏകദേശം അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഉസ്കാ ഖൂൻ സേ സനാ ഷർട്ട്, അവളുടെ രക്തത്തിൽ നനഞ്ഞിട്ടുള്ള, സന എന്ന് പറഞ്ഞാൽ മുങ്ങിയാൽ നനഞ്ഞ, ഷർട്ട് ഉസ്കി ഹാത്തോമേത്ത, അവളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഷർട്ട് രക്തത്തിൽ കുളിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ലഗിയെ സഹായിക്കാൻ വന്നിട്ട് ആ രക്തമൊക്കെ ഷർട്ടുമായിട്ടുണ്ടായിരുന്നു. ബഡാ ലड़का आगे डॉक्टर के पास बैठा, ജയ്പൂർ जाने वाली ट्रेन के बारे में बतिया रहा था. ഈ റോജർ എന്ന് പറയുന്ന നമ്മുടെ ബഡാ ലड़का ഡോക്ടറുടെ അടുത്തിരുന്നുകൊണ്ട് ജയ്പൂരിലേക്ക് പോകുന്ന ട്രെയിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബത്തിയ രഹാത്ത എന്ന് പറഞ്ഞാൽ ബാത്തേം കർ രഹാത്ത, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് പോകേണ്ടത് ജയ്പൂരിലേക്കാണ്. നമ്മൾ ഡൽഹിയിൽ നിന്ന് തുടങ്ങി പിങ്ക് സിറ്റിയിൽ കയറി ഇവിടെ അൽവർ സ്റ്റേഷൻ വരെ എത്തിയിട്ടുള്ളൂ. ഇനി അവർക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ട്രെയിനെക്കുറിച്ച്, ജയ്പൂർ ജാനെ വാലി ട്രെയിൻ കെ ബാരേമേയും ബാത്തേം കർ രഹാത്ത, അവിടെ ജയ്പൂരിലേക്ക് പോകുന്ന ട്രെയിനെക്കുറിച്ച് അറിയാനായിട്ട് ഡോക്ടറുടെ അടുത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നോ വി വോണ്ട് ലീവ് ഹർ അലോൺ, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു പറയുന്നുണ്ട്, നോ വി വോണ്ട് ലീവ് ഹർ അലോൺ, അവരെ തന്നെ ഒറ്റയ്ക്ക് ഞങ്ങൾ വിടില്ല എന്ന് പറയണം. ഞങ്ങളൊരിക്കലും അവരെ ഒറ്റയ്ക്ക് പോകാനായിട്ട് അനുവദിക്കില്ല. പ്ലീസ് കംപ്ലീറ്റ് ഓൾ ഫോർമാലിറ്റീസ് ആൻഡ് ഗിവ് ഹർ പ്രോപ്പർ മെഡിക്കേഷൻ. വി ഹാവ് ടു ലീവ് ദിസ് പ്ലേസ് ടുഡേ ഓൺലി. ഡോണ്ട് വറി, വി വിൽ ടേക്ക് കെയർ ഓഫ് ഹർ. അപ്പോൾ എന്തായാലും പോകുമ്പോൾ ഒറ്റയ്ക്ക് എന്തായാലും അവരെ പറഞ്ഞയക്കില്ല എന്ന് പറയുന്നുണ്ട്. വീണ്ടും അവർ പറയുന്നുണ്ട്, പ്ലീസ് കംപ്ലീറ്റ് ഓൾ ഫോർമാലിറ്റീസ്, ദയവായിട്ട് ഹോസ്പിറ്റലിൽ കിടന്നതിൻ്റെ ആ ഫോർമാലിറ്റീസൊക്കെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയണേ. ആൻഡ് ഗീവ് ഹെർ പ്രോപ്പർ മെഡിക്കേഷൻ, അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിനൊക്കെ പ്രോപ്പറായിട്ട് കൊടുക്കണം എന്നുള്ളതും പറയുന്നുണ്ട്. വി ഹാവ് ടു ലീവ് ദിസ് പ്ലേസ് ടുഡേ ഓൺലി. അവർ പറയുന്നുണ്ട്, ഇന്ന് ഞങ്ങൾ ഇന്ന് തന്നെ ഞങ്ങൾ പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. വി ഹാവ് ടു ലീവ്, ഞങ്ങൾ ഇവിടുന്ന് വിടാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദിസ് പ്ലേസ് ടുഡേ ഓൺലി, ഇന്ന് തന്നെ പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഡോണ്ട് വറി, വി വിൽ ടേക്ക് കെയർ ഓഫ് ഹർ, പേടിക്കണ്ട, ഞങ്ങൾ അവരെ നോക്കിക്കോളാം എന്ന് പറയണേ. വി വിൽ ടേക്ക് കെയർ ഓഫ് ഹർ, ഞങ്ങൾ അവരെ നോക്കിക്കോളാം, പേടിക്കേണ്ട, ഇന്ന് തന്നെ ഞങ്ങൾ ഇവിടുന്ന് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനുള്ള കംപ്ലീറ്റ്
ഫോർമാലിറ്റീസ് ചെയ്യണം, പ്രോപ്പർ മെഡിക്കേഷൻ ചെയ്യണം എന്ന് ഇവർ ഈ ബഡാലെടുക്ക ഡോക്ടറെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. No, we want to leave for Jaipur as early as possible. Day after we have for the reservations also. അപ്പോൾ അതിനെക്കുറിച്ച് ഡോക്ടർ അതിന് മറുപടി ഇവിടെ എന്തോ പറയുന്നുണ്ട്. പക്ഷേ പോകണ്ടെന്ന് വേണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സുഖമായിട്ട് പോയാൽ മതി എന്ന് പറയുന്നുണ്ടാവും. പക്ഷേ ഇവർ വീണ്ടും പറയുന്നുണ്ട് നോ ഇല്ല വി വാണ്ട് ടു ലീവ് ഫോർ ജയ്പൂർ ആസ് ഏർലി ആസ് പോസിബിൾ. അപ്പോൾ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് വിട്ട് ജയ്പൂരിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. വി വാണ്ട് ടു ലീവ് ഫോർ ജയ്പൂർ ആസ് ഏർലി ആസ് പോസിബിൾ. എത്രയും പെട്ടെന്ന് ജയ്പൂരിലേക്ക് എത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ദി ഡേ ആഫ്റ്റർ വി ഹാവ് ഫർദർ റിസർവേഷൻസ് ഓൾസോ. അപ്പോൾ ഈ ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വേറെ റിസർവേഷൻസ് ഉണ്ട്, വേറെ പരിപാടികളുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഡോക്ടറെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടറോട് താങ്ക്സ് ഡോക്ടറോട് നന്ദി പറയുന്നു. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളിവിടെ നമ്മൾ പറഞ്ഞു. ഏതാണ്ട് ഈ 3 യങ്സ്റ്റേഴ്സാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ രക്ഷകനായിട്ട് ഈ ലഗിയുടെ രക്ഷകനായിട്ട് മാറുന്നത്. അതിനുള്ള കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻസാൻ ക സേവ ഹി യേശു ക സേവ. നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ആ ഒരു മമ്മി പഠിപ്പിച്ച ഒരു പാഠം, അതാണ് ഇവരെ സഹായിക്കാനായിട്ട് നിൽക്കാനായിട്ടുള്ള പ്രേരിപ്പിച്ചൊരു കാര്യം എന്ന് പറയുന്നത് അതാണ്. അതുമാത്രമല്ല, ഇവരുടെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഇവർ ഏറ്റെടുക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് വിടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, കൂടെ ഇവരും പോകുന്നുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് ഫോർമാലിറ്റീസും അല്ലെങ്കിൽ പ്രോപ്പർ മെഡിക്കേഷനൊക്കെ കൊടുത്തിട്ട് ഇന്ന് തന്നെ ഇവിടെ നിന്ന് വിട്ടു പോകണമെന്നാണ് അവർ പറയുന്നത്. ജയ്പൂരിലേക്ക് എത്രയും പെട്ടെന്ന് എത്തേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. കാരണം അവർക്ക് വേറെയും പ്രോഗ്രാംസ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ദിവസം കഴിഞ്ഞാൽ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പോകണമെന്ന് ആവശ്യം പറയാണ്. അങ്ങനെ ഡോക്ടർക്ക് ഇവിടെ നന്ദി പറയുകയാണ് ചെയ്യുന്നത്. हम रेलवे के अस्पताल पहुंच गए थे. डॉक्टर रशीद ने उनका यह नाम मैंने उनके कोट पर लगे नेम टैग पर पढ़ा था. അങ്ങനെ ഹം റെയിൽവേക്ക് ആസ്പത്രിയിൽ പहुंच गए थे. ഞങ്ങൾ റെയിൽവേയുടെ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആംബുലൻസിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഡോക്ടർ റഷീദിനെ ഉസ്കാ നാം യഹ് मैंने उनके कोट पर लगे नेम टैग पर पड़ा था. नेम टैഗ് എന്ന് പറഞ്ഞാൽ ബേഡ്സ്, അതായത് കോട്ടിൻ്റെ മുകളിൽ ബേഡ്സ് ഉണ്ടായിരുന്നു. ആ ബേഡ്സിൻ്റെ മുകളിൽ ഡോക്ടറുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടറുടെ പേര് ഇതാണ്, ഡോക്ടർ റഷീദ് എന്നാണ് പേര്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡോക്ടറുടെ പേര് റഷീദ് എന്നാണ്. ഉയരം കുറഞ്ഞ് കാണാനത്ര പ്രൗഢിയൊന്നുമില്ലാത്ത ഒരു മനുഷ്യനാണ്. ഒരു കണ്ടു കഴിഞ്ഞാൽ മുസൽമാൻ ആണെന്ന് തോന്നുന്നു. പേരും അത് തന്നെയായിരുന്നു, ഡോക്ടർ റഷീദ് എന്നാണ് പേര്. മർഹം പട്ടി കർദി തീ. അപ്പോൾ ബാൻഡേജൊക്കെ മരുന്നൊക്കെ ചെയ്ത് ബാൻഡേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. മർഹം എന്ന് പറഞ്ഞാൽ മെഡിസിൻ, പട്ടി കർദി തീ അത് ബാൻഡേജ്. ദോ എക്സ്റേ ബി ഹുയെ पर डॉक्टर रशीद के अनुसार गुदा के वजल से सब कुछ ठीक था. 2 എക്സ്റേയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ദോ എക്സ്റേ ബി ഹുയെ, 2 എക്സ്റേ എടുത്തിട്ടുണ്ട്. पर डॉक्टर रशीद के अनुसार, പക്ഷേ ഡോക്ടർ റഷീദിൻ്റെ അഭിപ്രായത്തിൽ ഡോക്ടർ റഷീദ് പറയുന്നതെല്ലാം അള്ളാഹുവിൻ്റെ കാരുണ്യം, അല്ലെങ്കിൽ 2 കാര്യമാണ് പറഞ്ഞത്. ഒന്ന് ഈശ്വരൻ്റെ കൃപ, അതല്ലെങ്കിൽ പിന്നെ ഈ യങ്സ്റ്റേഴ്സും കൂടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് പറയുന്നുണ്ട്. ഞാൻ പറയുന്നുണ്ട് ഗുദാക്കെ വജൽ സെ, ഫജൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃപ, അതായത് ഈശ്വരൻ്റെ കൃപ കൊണ്ടാണ് യെ സബ് കുച്ച് ടീക്ത, എല്ലാം നേരെയായതെന്നാണ് പറയുന്നത്. അബ് ഹം 3 ബജേക്ക് ട്രെയിൻ പക്കട് സക്തേ തേ. ഇപ്പോൾ 3 മണിക്കുള്ള ട്രെയിൻ ഉണ്ട്, ജയ്പൂരിലേക്ക് ട്രെയിൻ പോകുന്നുണ്ട്. അതിലേക്ക് അവർക്ക് പോകാനായിട്ട് സാധിക്കുമായിരുന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ റെഡിയാക്കി, എക്സ്റേ എടുത്തു, മരുന്ന് കെട്ടി, ബാൻഡേജ് കെട്ടി, അങ്ങനെ 3 മണിയുടെ ട്രെയിൻ അവർക്ക് കിട്ടേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ അവിടെ ഡോക്ടർ തന്നെ മേൽനോട്ടം എടുത്ത എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.